നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കോഴിക്കോട് സംഘടിപ്പിക്കുന്ന NGO യൂണിയന്റെ 61ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. NGO യൂണിയൻ ഹാളിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എൽ മായ പതാക ഉയർത്തി. കേരള സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്നും മദ്യവർജന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച ചെയ്ത് മാത്രമേ പുതിയ മദ്യനയത്തിന് രൂപം നൽകാവൂ എന്നും കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SDPI മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പ്രദേശത്തെ 500ഓളം വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവർക്കായി മാത്രം പരിമിതപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജലോത്സവം കാണാൻ പ്രത്യേക ലക്ഷറി ബോക്സ് ഒരുക്കാൻ തീരുമാനം. നെഹ്റു പവലിയനിൽ തിക്കും തിരക്കും ഒഴിവാക്കുന്ന വിധം പ്രത്യേക സിറ്റിംഗ് ആണ് ഒരുക്കാൻ തീരുമാനമായിരിക്കുന്നത്. NTBR സൊസൈറ്റിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷറി സിറ്റിംഗ് സംവിധാനം ഒരുക്കുന്നതിലൂടെ കഴിയുമെന്നും അധികൃതർ. ദേശീയ ലോക് അദാലത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതിയിൽ നടത്തിയ അദാലത്തിന് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ KK ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. കോഴിക്കോട് സംഘടിപ്പിക്കുന്ന NGO യൂണിയന്റെ 61ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. NGO യൂണിയൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എൽ മായ പതാക ഉയർത്തി. കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള NGO യൂണിയന്റെ 61ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ആലപ്പുഴ NGO യൂണിയൻ ഓഫീസ് അങ്കണത്തിൽ നടത്തിയ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് എൽ മായ പതാക ഉയർത്തി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ദിനമാണ് ഇന്ന്. സംസ്ഥാനത്തെ 142 ഏരിയ കേന്ദ്രങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ വിവിധ യൂണിറ്റുകളിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമായി പതാക ഉയർത്തിക്കൊണ്ട് ഈ ദിനം കേരള NGO ആചരിക്കുകയാണ്. ഇവിടെ സംഘടന 61ാം സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ സംഘടന കഴിഞ്ഞ ഭദ്രജൂബിലി സമ്മേളനത്തിന് ശേഷം ഏറ്റെടുത്തിട്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രവർത്തനങ്ങളും ആകെ തന്നെ വലിയ രീതിയിൽ വൻ വിജയമാക്കിക്കൊണ്ടാണ് 61ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് സംഘടന എത്തുന്നത്. തീർച്ചയായും സംഘടന ജില്ലാ സെക്രട്ടറി C സലീഷ് ചടങ്ങിൽ അധ്യക്ഷനായി. ചേർത്തലയിൽ ഏരിയ പ്രസിഡന്റ് M അരുൺ, സിവിൽ സ്റ്റേഷൻ ഏരിയയിൽ വിനീത റെഡ്ഡി, ടൗൺ ഏരിയയിൽ TM ഷൈജ, മെഡിക്കൽ കോളേജ് ഏരിയയിൽ O സ്മിത, ഹരിപ്പാട്ട് VS ഹരിലാൽ, കായംകുളത്ത് S ജലാൽ, മാവലിക്കരയിൽ ബിനു രവി, ചെങ്ങന്നൂരിൽ ജയകുമാർ തുടങ്ങിയവർ പതാക ഉയർത്തി. വിവിധ കേന്ദ്രങ്ങളിൽ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P സജിത്, B സന്തോഷ്, PP അനിൽകുമാർ, ബൈജു പ്രസാദ്, G രാജേഷ്, MS പ്രിയലാൽ, I അനീസ്, CC നയനൻ, B സുബിത് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്നും മധ്യവർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച ചെയ്ത് മാത്രമേ പുതിയ മദ്യനയത്തിന് രൂപം നൽകാവൂ എന്നും കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ നിൽപ്പ് സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്നും മദ്യവർജന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച ചെയ്ത് മാത്രമേ പുതിയ മദ്യനയത്തിന് രൂപം നൽകാവൂ എന്നും കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ ആവശ്യപ്പെട്ടു. കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാരിന്റെ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തിയ നിൽപ്പ് സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ നിൽപ്പ് സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബേബി പാറക്കാടൻ. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം കൂടി ആരായണം എന്ന് നിരവധി തവണ സംസ്ഥാന സർക്കാർ മുമ്പാകെ കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതിയും ഗാന്ധിയൻ സംഘടനകളും
നിരവധി തവണ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ഏകപക്ഷീയമായി നമ്മളോട് യാതൊരു ചർച്ചയും നടത്താതെ ഗവൺമെന്റിന് തോന്നുന്ന വിധത്തിൽ ഉള്ള ഒരു നയമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ നയം നാളെ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി. പ്രദേശ് മദ്യവിരുദ്ധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഹക്കീം മുഹമ്മദ് രാജ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തോട്ടുങ്കൽ ജോർജ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. എം എ ഉത്തമക്കുറുപ്പ്, ഇ ഖാലിദ്, രാജു പള്ളിപ്പറമ്പിൽ, പി എ കുഞ്ഞുമോൻ, പി ജെ കുര്യൻ, ഇ ഷാബ്ദീൻ, എൻ എൻ ഗോപിക്കുട്ടൻ, ഹാജറ ബേബി, എച്ച് സുധീർ, ലൈസമ്മ ബേബി, മൂർത്തി എസ് കൃഷ്ണ, എൻ സദാശിവൻ നായർ, തോമസ് വാഴപ്പള്ളിക്കളം, ജോർജ് തോമസ് തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക, മദ്യഷാപ്പുകൾക്ക് അനുമതി നിഷേധിക്കാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക, നിലവിലുള്ള മദ്യശാലകളുടെ പ്രവർത്തന സമയം കുറയ്ക്കുക, കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നിൽപ്പ് സമരത്തിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. SDPI മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പ്രദേശത്തെ 500ഓളം വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. SDPI മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും 500ഓളം പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണ ചടങ്ങും നടത്തി. ആലപ്പുഴ നഗരസഭ മുല്ലാത്ത് വാർഡ് ഫ്ലാഷ് കോർട്ടിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് SDPI സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക്കയം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്നോ തലമുറയ്ക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ആദ്യമായി ലേബർ റൂമിൽ നിന്നൊരു കുട്ടിയെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു അച്ഛന്റെ പോക്കറ്റിലോ കയ്യിലോ മൊബൈൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് കുട്ടിയോടൊപ്പം നിന്നൊരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, എനിക്കൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു. അപ്പൊ കുട്ടി ആദ്യം കാണുന്ന അച്ഛനേക്കാൾ കൂടുതലായി കാണുന്നത് മൊബൈലാണ്. സാങ്കേതിക വിദ്യ വളരെ പെട്ടെന്ന് വളരുകയാണ്. അങ്ങനെ നമ്മളും കുട്ടികളും തമ്മിലുള്ള സാങ്കേതിക വിദ്യയുടെയും കാലത്തിന്റെയും അന്തരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്കൊപ്പം നമ്മൾ വളരണമെങ്കിൽ നമ്മൾ വളരെ പഠിക്കേണ്ടതുണ്ട്. വാർഡ് വികസന സമിതി കൺവീനർ ഷമീർ ബാഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ സലീം മുല്ലാത്ത് വിദ്യാർത്ഥികളെ ആദരിച്ചു. SDPI ജില്ലാ ജനറൽ സെക്രട്ടറി M സാലിം, ജില്ലാ കമ്മിറ്റി അംഗം സമീറ ഷാനവാസ്, മണ്ഡലം പ്രസിഡന്റ് സുനീർ കാക്കാഴം, അജ്മൽ, അനീഷ്, സൈഫുദ്ദീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. SDPI ബ്രാഞ്ച് സെക്രട്ടറി സുഹൈൽ മുല്ലാത്ത് സ്വാഗതവും വികസന സമിതി അംഗം അൻസർ നന്ദിയും പറഞ്ഞു. യോഗ പരിപാടികൾക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. വ്യാപാര സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവർക്കായി മാത്രം പരിമിതപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആവശ്യപ്പെട്ടു. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വ്യക്തമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും അത് ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരവും ഉണ്ടെന്നിരിക്കെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ പിരിവിന്റെ ആവശ്യമുണ്ടോ എന്നും രാജു അപ്സര ചോദിച്ചു. സമിതിയുടെ ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ജനറൽ സെക്രട്ടറി വി സബിൽ രാജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജലോത്സവം കാണാൻ പ്രത്യേക ലക്ഷറി ബോക്സ് ഒരുക്കാൻ തീരുമാനമായി. നെഹ്റു ട്രോഫി പവലിയനിൽ തിക്കും തിരക്കും ഒഴിവാക്കുന്ന വിധം പ്രത്യേക സീറ്റിംഗ് ഒരുക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. NTBR സൊസൈറ്റിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷറി സീറ്റിംഗ് സംവിധാനം ഒരുക്കുന്നതിലൂടെ കഴിയുമെന്നും അധികൃതർ പറയുന്നു. നെഹ്റു ട്രോഫി ജലോത്സവം കാണാൻ പ്രത്യേക ലക്ഷറി ബോക്സ് ഒരുക്കുമെന്ന് അധികൃതർ. നെഹ്റു പവലിയനിൽ തിക്കും തിരക്കും ഒഴിവാക്കുന്ന വിധം പ്രത്യേക സീറ്റിംഗ് ആണ് ഇവിടെ ഒരുക്കുന്നത്. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പോലും വള്ളംകളി സമയത്ത് സീറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതി ഒഴിവാക്കാൻ കൂടിയാണ് ലക്ഷറി ബോക്സ് ഉണ്ടാക്കുന്നത്. NTBR സൊസൈറ്റിയുടെ ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഉയർന്ന നിരക്ക് വാങ്ങിയുള്ള ലക്ഷറി ബോക്സ് തയ്യാറാക്കാൻ തീരുമാനിച്ചത്. ഇവിടെ മികച്ച സൗകര്യങ്ങളോടെ ഇരുന്ന് കാണാൻ സൗകര്യങ്ങൾ ഒരുക്കും. ഒരാൾക്ക് 10,000 രൂപയും കുടുംബങ്ങൾക്ക് 25,000 രൂപയുമാണ് ടിക്കറ്റ് നിരക്കിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് ഗോൾഡ് നെഹ്റു പവലിയൻ 3,000 രൂപയും ടൂറിസ്റ്റ് സിൽവർ നെഹ്റു പവലിയന് 2,500 രൂപയും, റോസ് കോർണർ 1,500, വിക്ടറി ലൈൻ വുഡൻ ഗാലറി 500,
വോൾ വ്യൂ വുഡൻ ഗാലറി 300, ലേക്ക് വ്യൂ ഗോൾഡ് വുഡൻ ഗാലറി 200, ലോൺ 100 എന്നിങ്ങനെയാണ് മറ്റ് ടിക്കറ്റുകളുടെ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. റോസ് കോർണറിൽ മാത്രം ടിക്കറ്റ് നിരക്ക് 1000 നിന്ന് 1500 രൂപയായും വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ ലോക് അദാലത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതിയിൽ സംഘടിപ്പിച്ച അദാലത്തിന് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ കെ ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. ദേശീയ ലോക് അദാലത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതിയിൽ നടത്തിയ അദാലത്തിന് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ കെ ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. അഡീഷണൽ ജില്ലാ ജഡ്ജിമാരായ റോയി വർഗീസ്, എസ് സജികുമാർ, VS വിദ്യാധരൻ, സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി, അമ്പലപ്പുഴ ഗ്രാമ ന്യായാലയ ന്യായാധിപൻ M സംയുക്ത തുടങ്ങിയവർ നേതൃത്വം നൽകി. അഭിഭാഷകർ, കോടതി ജീവനക്കാർ, പാരാലീഗൽ വോളണ്ടിയർമാർ, അഭിഭാഷക ക്ലാർക്കുമാർ തുടങ്ങിയവരും അദാലത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് സംഘടിപ്പിക്കുന്ന NGO യൂണിയന്റെ 61ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പതാക ദിനം ആചരിച്ചു. NGO യൂണിയൻ ഹാളിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് L മായ പതാക ഉയർത്തി. കേരള സർക്കാരിന്റെ പ്രഖ്യാപിത മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്നും മദ്യവർജന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച ചെയ്ത് മാത്രമേ പുതിയ മദ്യനയത്തിന് രൂപം നൽകാവൂ എന്നും കേരള പ്രദേശ് മദ്യവിരുദ്ധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബേബി പാറക്കാടൻ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SDPI മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പ്രദേശത്തെ 500ഓളം വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവർക്കായി മാത്രം പരിമിതപ്പെടുത്തണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി ജലോത്സവം കാണാൻ പ്രത്യേക ലക്ഷറി ബോക്സ് ഒരുക്കാൻ തീരുമാനം. നെഹ്റു പവലിയനിൽ തിക്കും തിരക്കും ഒഴിവാക്കുന്ന വിധം പ്രത്യേക സിറ്റിംഗ് ആണ് ഒരുക്കാൻ തീരുമാനമായിരിക്കുന്നത്. NTBR സൊസൈറ്റിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷറി സിറ്റിംഗ് സംവിധാനം ഒരുക്കുന്നതിലൂടെ കഴിയുമെന്നും അധികൃതർ. ദേശീയ ലോക് അദാലത്ത് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ കോടതിയിൽ നടത്തിയ അദാലത്തിന് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ കെ ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.